പ്രിയ സുഹൃത്തെ, എൻ്റെ സർജറിക്ക് ശേഷം ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. അതായത് ഈ ഒരു സർജറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എനിക്ക് നൽകിയ ആ ഒരു സപ്പോർട്ട് അത് എത്രത്തോളമായിരുന്നു, അത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തോളമായി എനിക്ക് ബ്രീത്ത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അണക്കുക, അങ്ങനത്തെ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ പല ടെസ്റ്റുകളും ഇപ്പോൾ ലങ്സ് ഫങ്ഷൻ ടെസ്റ്റ് പോലുള്ള പല ടെസ്റ്റുകളെല്ലാം ഞാൻ നടത്തി. അപ്പോൾ നടത്തിയ സമയത്തൊന്നും ലങ്സിനൊന്നും വലിയ പ്രോബ്ലം ഒന്നും കാണിച്ചില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് നേസൽ, അതായത് ഇപ്പം നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ വിലദശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയുന്നതിന് വേണ്ടിയുള്ള ആ സ്പ്രേ ഞാൻ ഏകദേശം ഒരു കുറേ നാളുകൾ ഉപയോഗിച്ചു. എന്നിട്ടും എനിക്ക് ബ്രീത്ത് എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയാണ് ഏകദേശം ഒരു മാസം മുമ്പ് ഞാനൊരു ENT ഡോക്ടറിനെ കാണാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ആസ്റ്ററിൽ ചെന്നു. ആസ്റ്റർ മെഡിസിറ്റി ഒന്നാമത്തത് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലൊന്നാണ്. പിന്നെ എൻ്റെ വീടിനോട് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചെന്നു, ഒരു ENT സർജനെ കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് എൻഡോസ്കോപ്പി സ്കാനെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, മൂക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രീത്ത് എടുക്കുന്നതിനുള്ള സ്പേസ് അത് ദശ വളർന്നുകൊണ്ട് മാത്രമല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നമുക്ക് സർജറി ആയിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 3 ദിവസത്തെ ഒരു പ്രോസസ്സാണ്. ഏകദേശം എസ്റ്റിമേഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ഒരു 2.8 lakh, ഒരു 2,80,000 രൂപ ചിലവ് വരും എന്നുള്ളൊരു എസ്റ്റിമേഷനാണ് കിട്ടിയത്. അപ്പോൾ സാധാരണ രീതിയിൽ ഇത്രയും വലിയ കോസ്റ്റ് വരും എന്നുള്ളൊരു എസ്റ്റിമേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെന്താ ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഇപ്പോൾ തൽക്കാലം വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ബ്രീത്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ സിറ്റുവേഷൻ നമ്മൾ അങ്ങനത്തെ തീരുമാനം എടുക്കാനാണ് ചാൻസ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ്, അതായത് ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു 50 ലക്ഷം പ്ലസ് ബോണസ് എല്ലാം കൂട്ടി ഏകദേശം ഒരു 10-60 ലക്ഷം രൂപയുടെ കവറേജ് എനിക്ക് ഉള്ളതുകൊണ്ട് നമുക്കത് പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതെല്ലാം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് ഏകദേശം 15 വർഷം മുൻപാണ്. അന്ന് എനിക്ക് ഏകദേശം ഒരു 25-26 വയസ്സുള്ള സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത്. ആദ്യം ഞാൻ സ്റ്റാർ ഹെൽത്തിൻ്റെ പോളിസി ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാനത് മാക്സ് ബൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ഏകദേശം ഒരു 7-8 വർഷം മുമ്പ് ഞാൻ ഈ ഒരു പോളിസി ഇപ്പം മണിപ്പാൽ സിഗ്ന എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്തിരുന്നു. അപ്പം തുടക്കത്തിൽ ഞാൻ വളരെ ചെറിയ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം നിലവിൽ എനിക്ക് ഏകദേശം 10-60 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. ഇപ്പോൾ ബോണസ് എല്ലാം ഉൾപ്പെടെ അത് 1 CR ഓട്ടോമാറ്റിക്കലി അത് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ പോളിസി എടുത്ത് ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് ചോദിച്ചൊരു കാര്യമുണ്ട്, അപ്പോൾ താനിപ്പോൾ ഇത്ര വർഷം ആയി ഇതിൻ്റെ പോളിസിയുടെ പ്രീമിയം അടക്കുന്നത്, ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഈ 10 വർഷത്തിനുള്ള എന്ത് അസുഖമാണ് വന്നതാണ്? ഈ പൈസ നിങ്ങൾ ആ മ്യൂച്വൽ ഫണ്ട് ലെവലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺസ് കിട്ടിയാൽ ശരിക്കും ആക്ച്വലി ഇന്ന് ഇപ്പം നിരവധി ആൾക്കാർ ചിന്തിക്കുന്ന ഒരു തിങ്കിങ് പാറ്റേണിൽ തന്നെയാണ് വൈഫും ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ നോർമൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത ഇഷ്ടംപോലെ ആൾക്കാർ ചിന്തിക്കുന്നൊരു ചിന്താഗതി ഇത് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനന്ന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാവില്ല, പക്ഷെ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്താണ് നമുക്ക് ഇത് മനസ്സിലാകണമെന്ന് പറഞ്ഞു. അങ്ങനെ 2021 എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു പോളിസിയായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് ക്ലെയിം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത്. അന്ന് എനിക്ക് കോവിഡായിട്ട് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു.
അന്ന് ഏകദേശം എനിക്കൊരു 1.5 ലക്ഷം രൂപ ക്ലെയിം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം ഞാൻ ഇപ്പം ഈ നിലവിൽ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 10-15 വർഷം ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോളിസിയിൽ ഇപ്പം നിലവിൽ ഏകദേശം ഒരു 10-30,000 രൂപയാണ് പ്രീമിയം വരുന്നത്. തുടക്കത്തിൽ സമ്മർഷുഡും കുറവായിരുന്നു, ഞാൻ സിംഗിളായിരുന്നു, മാരേജൊക്കെ കഴിക്കുന്ന മുമ്പ് തുടങ്ങിയൊരു പോളിസിയായിരുന്നു. എല്ലാവരും കൂടി ഒരു 2-2.5 ലക്ഷം രൂപ ഞാൻ ഇതുവരെ ഇത്തരം വർഷത്തിനിടെ ഞാൻ പ്രീമിയം അടച്ചിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടെ എനിക്ക് 2 തവണ ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അതിന് തന്നെ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 2.8 ലാക്കാണ് അവർ ബഡ്ജറ്റ് ഇട്ടത്. ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ആസ്റ്ററിൽ സ്യൂട്ട് റൂമുണ്ട്, VIP റൂമുണ്ട്. ഈ സ്യൂട്ട് റൂം ഒഴിച്ചിട്ട് ഏത് റൂമും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ മെഡിക്കൽ ഇൻഷുറൻസിൽ എനിക്കത് കവേർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ VIP റൂമിലേക്ക് പോയില്ല, ഒരു ഡീലക്സ് റൂം. ഇപ്പോൾ നോർമലി എന്തോ 8,000 റുപ്പീസൊക്കെ അതിൻ്റെ റെൻറ്റ് വരും തോന്നുന്നു. ഒരു ഡീലക്സ് റൂമാണ് ഞാൻ എടുത്തത്. അതിൻ്റെ താഴെ സിംഗിൾ റൂമുണ്ട്, അതിൻ്റെ താഴെ 2 പേര് ഷെയർ ചെയ്യുന്ന റൂമുണ്ട്, അതിൻ്റെ താഴെ വാർഡുണ്ട്, അങ്ങനെയുള്ള പല ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ VIP റൂമിൻ്റെ താഴെയുള്ള ഒരു ഡീലക്സ് റൂം, അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഏകദേശം നമുക്കൊരു 3 സ്റ്റാർ ഹോട്ടൽ പോലെ തോന്നുന്നു, 3 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടലിൻ്റേതായ രീതിയിലുള്ള അത്യാവശ്യം ഫെസിലിറ്റിയുള്ള ഒരു റൂമാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ എടുത്തത്. എന്നാൽ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എനിക്ക് ഏകദേശം ഞാൻ പറഞ്ഞു 2,80,000 രൂപയാണ് എനിക്ക് എസ്റ്റിമേഷൻ ഇട്ട് തന്നത്. ഞാൻ പ്രീ അപ്രൂവലിന് വേണ്ടി ഇൻഷുറൻസിന് കൊടുത്തപ്പോഴേക്കും എനിക്ക് 1.5 ലക്ഷം രൂപ അപ്രൂവൽ എനിക്ക് പ്രീ അപ്രൂവ്ഡായിട്ട് തന്നെ എനിക്ക് കിട്ടിയിരുന്നു. എനിക്ക് ക്ലെയിം മൊത്തം ഇതെല്ലാം സർജറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വന്നത് ഏകദേശം 1,03,000 ചില്ലാണ്, 1,04,000 രൂപയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഈ സർജറി ചെയ്ത് തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് എനിക്ക് 1 രൂപ പോലും ക്ലെയിം ചെയ്യേണ്ട, അതായത് എൻ്റെ കയ്യിൽ നിന്ന് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എനിക്ക് ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നില്ല. അതായത് എനിക്ക് ഫുൾ എമൗണ്ടും എനിക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ അത് എല്ലാ പോളിസിയിലും അത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ പോളിസിനെ ഡിപ്പെൻഡ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ പോളിസിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ എമൗണ്ടും എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ 2 തവണ ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നു. എൻ്റെ വൈഫിന് 2 അല്ലെങ്കിൽ 3 തവണയോളം ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നു. എൻ്റെ മകന് ഇത്രയും വർഷം, അതായത് കഴിഞ്ഞ ഒരു 4 വർഷത്തിനിടെ ഏകദേശം ഒരു 4-5 തവണ ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നു. അപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ അന്ന് തുടങ്ങി ഞാൻ ഈ മെഡിക്കൽ ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന വെച്ചുകൊണ്ട് ഇപ്പോൾ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും അത് ക്ലെയിം തരിക അല്ലെങ്കിൽ അത് അപ്രൂവൽ തരിക എന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഈ പോളിസി കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം നോർമൽ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടതായ എല്ലാ അസുഖങ്ങൾക്കും ക്ലെയിം തരാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാരണം ഇപ്പോൾ ആകെ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഹോസ്പിറ്റലൈസേഷൻ ഇതിനാവശ്യമില്ല എന്നുള്ളൊരു റീസൺ മാത്രം ചൂണ്ടിക്കാണിച്ച് മാത്രമേ എൻ്റെ പോളിസി റിജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം കണ്ടിന്യൂറ്റി ഉള്ളൊരു പോളിസി ആയതുകൊണ്ട് എനിക്ക് എന്ത് അസുഖത്തിനും എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നാണ്. പിന്നെ ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയ സന്തോഷമുള്ളതുകൊണ്ട്, കാരണം ഇനിയിപ്പോൾ എൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി ഇപ്പോൾ 41 വയസ്സായി. ഇപ്പോൾ 41 വയസ്സിനിടെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സർജറി എൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത്ര നാൾ നിങ്ങൾ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സർജറി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി ചോദിക്കുന്ന സമയത്ത് അതെ ഞാനൊരു സർജറി ചെയ്തു, ഇന്ന സർജറി ചെയ്തു. അപ്പോൾ ഒന്നാലോചിച്ചൊക്കെ ഇനി മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ പല സംഭവങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പോളിസികൾ കിട്ടാൻ ബുദ്ധിമുട്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ മേജറായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നമുക്ക് പോളിസി ഇഷ്യൂ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്താണ് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് ചിന്തിക്കേണ്ടത്, അല്ലാതെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴല്ല. എൻ്റെ 25-ാമത്തെ വയസ്സിൽ എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഇന്ന് ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ എല്ലാം പോകുന്ന സമയത്തും
എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു ഇൻഷുറൻസ് എന്നത് എനിക്ക് വളരെ സപ്പോർട്ടായിട്ട് മാറുന്നത്. അല്ലാതെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഇപ്പം നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിനെ റിജക്റ്റ് ചെയ്യും, പക്ഷെ കുറേ നാളുകൾ കഴിയുമ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ പക്കൽ ഇഷ്ടം പോലെ ഞങ്ങളിപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് സർവീസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പക്കൽ നിരവധി ഒരു 10 ആപ്ലിക്കേഷൻ നമ്മൾ അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 3 ആപ്ലിക്കേഷനെങ്കിലും നോർമൽ സിറ്റുവേഷനിൽ അവർ ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യില്ല. കസ്റ്റമർ എത്ര പ്രീമിയം വേണമെങ്കിലും അടക്കാൻ റെഡിയാണ്, പക്ഷേ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി അവർ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ പോളിസി ഇഷ്യൂ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റാവുന്ന രീതി, ഞാൻ എന്തുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് മണിപ്പാലിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്ര വർഷത്തിനിടെ ഒരു 7-8 ടൈംസ് എങ്കിലും എനിക്ക് ക്ലെയിം ചെയ്യേണ്ട അതായത് എനിക്ക് ക്ലെയിം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു 7-8 ക്ലെയിമിലും എനിക്ക് ഒരു ഇഷ്യൂ ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ സർവീസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി മണിപ്പാൽ സിഗ്ന തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇൻഷുറൻസ് ഡെസ്കായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും എനിക്ക് ഫുള്ള് റിക്കവർ ആയിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ചെറുതായിട്ട് വരും. അപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഇടവിട്ട് മൂക്ക് കഴുകിക്കൊണ്ടിരിക്കണം, കാരണം ബ്ലഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ചയോളം പിടിക്കും അത് കംപ്ലീറ്റ് ക്യൂർ ആകാൻ. കാരണം നമ്മളവിടെ അടിച്ച് കെട്ടാനൊന്നും ഉള്ളിൽ കട്ട് ചെയ്ത് വെച്ചങ്ങനെയാണല്ലോ, അപ്പോൾ അടച്ച് കെട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സ്പ്രേ ചെയ്ത് ഈ പറഞ്ഞ സംഭവം കഴുകി അവസാനം അത് ക്യൂറാണ്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ആ ബ്ലഡൊക്കെ ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് കിടക്കണമെമ്പോഴേക്കും ഇപ്പോഴും മൂക്കടയുന്ന ഇതിൻ്റെ ഒരു ചെറിയൊരു തടസ്സം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇന്ന് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാൽ ആസ്റ്ററിലേക്ക് പോകുകയില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുള്ളൂ. ഇനി മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് എവിടെ കിട്ടുന്നു അവിടെ അന്വേഷിച്ച് പോകാൻ എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്കും കിട്ടണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഇൻഷുറൻസ് ഡെസ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.